ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 19-ാം അധ്യായത്തിലുള്ള വളരെ സുന്ദരങ്ങളായ വിവരണങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കുഞ്ഞാടിൻ്റെ വിവാഹത്തെക്കുറിച്ചും വിരുന്നിനെക്കുറിച്ചുമൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വെളുത്ത കുതിരപ്പുറത്ത് കയറി വരുന്ന ക്രിസ്തുവിനെയും നമ്മൾ കണ്ടു. അപ്പോൾ ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിവരണങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കടന്നു പോയത്. തീനാളം പോലെയുള്ള മിഴികൾ ഉള്ളവനാണ്, അവന് ശിരസിൽ അനേകം കിരീടങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അവൻ വിളിക്കപ്പെടുന്ന പേര് ദൈവവചനം ആണ് എന്നും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ എടുക്കുന്നത് 14-ാമത്തെ വാക്യമാണ്. സ്വർഗീയ സൈന്യങ്ങൾ ശുഭ്രവും നിർമ്മലവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. കുതിരപ്പുറത്ത് കയറി വരുന്ന ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുക. ഇപ്പോൾ വെളുത്ത കുതിരപ്പുറത്ത് കയറി വരുന്നവനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തന്നെയാണ് അത് അർത്ഥമാക്കുന്നത്. 6-ാം അധ്യായത്തിൽ 1-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു ചിത്രം തന്നെയാണ്, വെളുത്ത കുതിരപ്പുറത്ത് കയറി വരുന്നവൻ്റെ ചിത്രം. അത് ഈ പ്രപഞ്ചത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഉത്ഥാന ശക്തിയെയാണ് അത് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. അപ്പോൾ തിന്മയുടെ ശക്തികളെല്ലാം കീഴ്പ്പെടുത്തി അവിടെ നിന്ന് ഈ പ്രപഞ്ചത്തെ മഹത്വപൂർണ്ണമാക്കും, പ്രകാശപൂരിതമാക്കും എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ആ ഒരു യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ തന്നെയാണ് 19-ാമത്തെ അധ്യായത്തിലും കാണുക. ഇവിടെ ഈ 19-ാമത്തെ അധ്യായത്തിൽ ആ വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നവനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ തിന്മയുടെ ശക്തികളെയെല്ലാം ഉന്മൂലനം ചെയ്യുന്നത് കൂടി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തിന്മകളെയും ഇല്ലായ്മ ചെയ്യുന്നവനാണ് അവിടുന്ന്. ഇനി ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെക്കുറിച്ചാണ് ഈ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ അവരെ വിശേഷിപ്പിക്കുന്നത് ശുഭ്രവും നിർമ്മലവുമായ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നവരെന്നാണ്. അപ്പോൾ ശുഭ്രവും നിർമ്മലവുമായ വസ്ത്രം ധരിച്ചിരിക്കുന്ന സ്വർഗീയ സൈന്യങ്ങൾ. അപ്പോൾ ആരാണ് ഈ സ്വർഗീയ സൈന്യങ്ങൾ അർത്ഥമാക്കുന്നത്? വെളിപാടിൽ ഈ ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ചവരെക്കുറിച്ചുള്ള പല സൂചനകളുമൊക്കെ ഉണ്ട്. 3-ാം അധ്യായത്തിൽ 4-ഉം 5-ഉം വാക്യങ്ങൾ, 18-ാം വാക്യം, പിന്നെ 4-ാം അധ്യായത്തിൽ 6-11, 7-9, 13, 4-ലുമൊക്കെ ഈ വെളുത്ത വസ്ത്രം ധരിച്ചവരെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞാടിന് സാക്ഷ്യം നൽകുന്നവർക്ക് ലഭിക്കുന്ന ആ ഒരു പ്രതിഫലമായിട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും. 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ ബലിപീഠത്തിന് കീഴെയുള്ളവരെ കാണുന്നുണ്ട്. അപ്പോൾ അവർ നിലവിളിക്കുമ്പോൾ അവർക്ക് പ്രതിഫലമായിട്ട് കൊടുക്കുന്നത് ഈ വെളുത്ത വസ്ത്രം തന്നെയാണ്. അതായത് ഇത് ആ യേശുവിൻ്റെ ഉയർപ്പ് തന്നെയാണ് അർത്ഥമാക്കുക. 7-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ ഈ വെളുത്ത വസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ച വസ്ത്രം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാടിൻ്റെ ആ സാക്ഷ്യത്തിൽ യേശുവിൻ്റെ കുരിശുമരണത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ സാക്ഷ്യത്തിൽ പങ്കുചേരുകയും അതുവഴിയായിട്ട് ഉയർപ്പിൽ ഭാഗഭാക്കാകുകയും ചെയ്യുന്നവരെയാണ് ഇവിടെ അവതരിപ്പിക്കുക. 14-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ ഈ കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള വിവരണമുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ ഒരു പ്രയോഗം 14:4, അവർ ബ്രഹ്മചാരികളാണ്, അവർ കുഞ്ഞാടിനെ പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവരാണ്, ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യനിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, അവരുടെ വായിൽ വ്യാജം കാണപ്പെട്ടില്ല, അവർ നിഷ്കളങ്കരാണ്. അപ്പോൾ ആ നിഷ്കളങ്കരായവർ, വ്യാജം കാണപ്പെടാത്തവർ, അവരൊക്കെ സൂചിപ്പിക്കുന്ന ആ ഒരു പ്രയോഗം തന്നെയാണ് ഇവിടെയുള്ളത്. ഇനി മൃഗത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ക്രിസ്തുവിനെ
പിന്തുടരുന്നതായിട്ട് 17-ാമത്തെ അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിലും കാണുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്ന ആ മഹത്വത്തിൽ പ്രവേശിച്ച ദൈവജനം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി സൈന്യവ്യൂഹത്തിൽ മാലാഖന്മാരുടെ സംഘവുമുണ്ട് എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. ശുഭ്രവസ്ത്രം ധരിച്ച മാലാഖന്മാർ മൃഗത്തിനും കൂട്ടർക്കുമെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് വരുന്നത് 15-ാം അധ്യായം മുതലുള്ള ഭാഗത്ത് കാണുന്നുണ്ട്. അത് മാലാഖന്മാരെയും സൂചിപ്പിക്കുന്നത് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ദൈവജനം, മഹത്വത്തിൽ പ്രവേശിച്ച ദൈവജനം ആ സ്വർഗീയ സൈന്യത്തോടു കൂടി തന്നെയാണ് യേശുവിനോടൊപ്പം ഉള്ളത്. ഇനി യഹൂദ പാരമ്പര്യത്തിലും ഈ മാലാഖന്മാരെക്കുറിച്ചുള്ള സൂചനകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 13 മുതലുള്ള ആ വാക്യത്തിൽ ദൈവദൂതനെക്കുറിച്ച് മാലാഖന്മാരെക്കുറിച്ചുള്ള സൂചനയുണ്ട്. അപ്പോൾ മാലാഖന്മാർ എന്നുള്ള ചിത്രം അത് പഴയ നിയമത്തിൽ വളരെ വ്യാപകമാണ്. സങ്കീർത്തനം 68-ാം അധ്യായം 17-ാമത്തെ വാക്യം നമുക്കതൊന്ന് കാണാം. 1000 രഥവ്യൂഹങ്ങളോടെ കർത്താവ് സീനായിൽ നിന്ന് തൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വരുന്നു. അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് ആരോഹണം ചെയ്യുന്നു. അപ്പോൾ യുദ്ധം ചെയ്യുന്ന ആ ദൈവത്തെ അവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ അനേകരുടെ അമ്പടിയോടുകൂടെ വരുന്നത് ഇവിടെ വിവരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സഖറിയയുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ യുഗാന്ത്യത്തിൽ വിജയം നേടുന്ന മിശിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും ഈ മാലാഖന്മാർ സൈന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ മാലാഖന്മാരോടൊപ്പം ക്രിസ്തു വീണ്ടും വരുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാലാഖന്മാർ ഇവിടെ സൈന്യത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ വ്യാപകമായിട്ട് കാണുന്നത് തന്നെയാണ്. അതും തീർച്ചയായിട്ടും അപ്പോക്കലിപ്റ്റിക് ബിംബങ്ങൾ ഇവിടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇവിടെ ഈ മാലാഖന്മാരുടെ ആ സൈന്യം അല്ലെങ്കിൽ സ്വർഗീയ ദൂതരുടെ സൈന്യം ധരിക്കുന്ന ആ വസ്ത്രം പൈശാചിക ശക്തികളുടെയും റോമൻ പടയാളികളുടെയും വേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്ന് നമ്മൾ കാണണം. അപ്പോൾ കുഞ്ഞാടിനോട് കൂടെ ആ കുതിരപ്പുറത്തിരിക്കുന്ന വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ കൂടെ വരുന്ന ആ സ്വർഗീയ ആ സൈന്യം ധരിച്ചിരിക്കുന്ന വസ്ത്രവും അവർക്കുള്ളതൊക്കെ റോമൻ പടയാളികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇവരുടെ വസ്ത്രം നിർമ്മല വസ്ത്രമാണ്. ഇവർക്ക് റോമൻ പടയാളികളെപ്പോലെ ആയുധങ്ങളില്ല. ഇനി ഇവർ ക്രിസ്തുവിനോടുകൂടെ ഈ വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നതിനോട് കൂടെ വരുന്നു എന്ന് പറയുന്നെങ്കിലും ഇവർ യുദ്ധം ചെയ്യുന്നതായിട്ട് ഒരു സ്ഥലത്തും പറയുന്നുമില്ല. അപ്പോൾ വെളിപാടിൽ യുദ്ധത്തെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ പോരാട്ടത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, അവിടുത്തോട് കൂടെയുള്ള ആരും യുദ്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് വിവരിക്കുന്നില്ല. പോരാട്ടം അത് ക്രിസ്തുവിൻ്റേത് മാത്രമാണ്. അപ്പോൾ ആ പോരാട്ടത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് കാണാം. ഇനി അവിടുത്തോട് കൂടെ ഉള്ളവർ ധരിച്ചിരിക്കുന്നത് അത് ശുഭ്രവസ്ത്രമാണ്. വിവാഹ ദിനത്തിൽ എന്നതുപോലെയാണ് ഇവരുടെ ശുഭ്രവസ്ത്രം. കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വെണ്മയുള്ള വസ്ത്രമാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. അതായത് യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേരുന്നവരാണ്. അപ്പോൾ ഇവരുടെ വസ്ത്രത്തിൻ്റെ പ്രത്യേകതയായ നിർമ്മലത അത് ദൈവിക തലത്തിലെ പൂർണ്ണത തന്നെയാണ് അർത്ഥമാക്കുന്നത്. നിർമ്മലതയുടെ വസ്ത്രമണിഞ്ഞവർ ക്രിസ്തുവിൻ്റെ വിജയത്തിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ കുഞ്ഞാടിനോട് കൂടെ അല്ലെങ്കിൽ വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നതിൻ്റെ കൂടെയുള്ള ആ സ്വർഗീയ സൈന്യവും അവിടുത്തെ അനുഗമിക്കുന്നത് യുദ്ധം ചെയ്യാനായിട്ടല്ല, അവിടുത്തെ ആ മഹത്വത്തിൽ പങ്കുചേരാനായിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പോക്കലിപ്റ്റിക് രീതിയിലുള്ള അന്ത്യജലത്തിലെ വലിയ പോരാട്ടമൊന്നും ഇവിടെ കാണുന്നില്ല എന്ന് നമ്മൾ അറിയുക. ഇനി അവിടുത്തെ ആ പോരാട്ടം അത് എപ്രകാരമാണ്? അതാണ് തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നത്. 15-ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കാം. ജനതകളെ വെട്ടുവീഴ്ത്താൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ മേയിക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. ഇപ്പോൾ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ യുദ്ധത്തിൻ്റെ പോരാട്ടത്തിൻ്റെ വിശേഷണങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വിധി നടപ്പാക്കുന്നത് വചനമാണ്. അപ്പോൾ ക്രിയാത്മക വചനത്താൽ ദൈവം സൃഷ്ടി
നടത്തുന്നു. ഇനി വചനത്താൽ അവിടുന്ന് തിന്മ ഉന്മൂലനം ചെയ്ത് വിധി നടപ്പാക്കുന്നു. ഏശയ്യായുടെ പുസ്തകത്തിൽ 49 അധ്യായം 2 വാക്യം, എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി. അപ്പോൾ വചനത്താലാണ് അവിടുത്തെ യുദ്ധം, അവിടുത്തെ പോരാട്ടം. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഇസ്രായേൽ രാജ്യത്തെ പുനരുദ്ധരിക്കുന്ന ദൗത്യം തൻ്റെ വചനത്താൽ പൂർത്തിയാക്കുന്നതാണ് യേശയ്യാ പ്രവാചകൻ വിവരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ ക്രിസ്തു തൻ്റെ ദൗത്യം പൂർത്തിയാക്കുക. ക്രിസ്തു തൻ്റെ വായിലെ വാളുകൊണ്ട് ആണ് തിന്മയെ കീഴടക്കുന്നത്. 1 അധ്യായത്തിൽ 16 വാക്യത്തിൽ സഭകൾക്കുള്ള കത്തിൽ, 2 അധ്യായത്തിൽ 12, 16 വാക്യങ്ങളിൽ, 19 അധ്യായത്തിൽ ഒക്കെ ഇവിടെ ഈ വായിലെ വാളുകൊണ്ട് എന്നുള്ള പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. 1 അധ്യായത്തിൽ ഉയർത്തിയ ഉത്തിതനായ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നിടത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. 1:16, അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രങ്ങൾ, അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തലവാൾ, അവൻ്റെ വചനം പൂർണ്ണ ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് ഇരുതല മൂർച്ചയുള്ള വാൾ ഉള്ളവൻ എന്നാണ്. അപ്പോൾ വചനത്താലാണ് അവിടുന്ന് തൻ്റെ ആ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുന്നത്. ഇനി അധരവുമായിട്ട് ബന്ധപ്പെട്ട പ്രതീകങ്ങൾ വെളിപാടിൽ നമ്മൾ വേറെയും കാണുന്നുണ്ട്. അത് തിന്മയുടെ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ്. വായിൽ നിന്ന് ജലമൊഴുക്കി സ്ത്രീയെ ഒഴുക്കിക്കളയാനായിട്ട് സർപ്പം ശ്രമിക്കുന്നുണ്ട്. 12 അധ്യായത്തിൽ 15 വാക്യത്തിൽ. അപ്പോൾ വായിൽ നിന്ന്, അപ്പോൾ അത് സംഹാര ശക്തിയാണ് അവിടെ അർത്ഥമാക്കുക. തീർച്ചയായിട്ടും അത് ചെങ്കടലിലെ ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ വായിൽ നിന്ന് ഉള്ള ആ ഒരു പ്രതീകം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 16 അധ്യായത്തിൽ 13 വാക്യത്തിൽ സർപ്പത്തിൻ്റെയും മറ്റും വായിൽ നിന്ന് തവളകൾ പോലുള്ള അരൂപികൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അർത്ഥമാക്കുന്നത് വ്യാജ പ്രബോധനങ്ങളാൽ വഴിതെറ്റിക്കുന്ന തിന്മയുടെ ശക്തികളെയാണ്. അപ്പോൾ അധരം അത് വ്യാജത്തെയാണ് അവിടെ അർത്ഥമാക്കുക. വ്യാജ പ്രവാചകർ ഒക്കെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. വ്യാജ പ്രബോധനങ്ങളാൽ ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരെയാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിന് ഘടകവിരുദ്ധമാണ് ക്രിസ്തുവിൻ്റെ വചനം. അത് സത്യസന്ധമാണ്, അത് വിശ്വസ്തമാണ്. അപ്പോൾ ക്രിസ്തു തൻ്റെ ശത്രുക്കളെ കീഴടക്കുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, വചനം കൊണ്ടാണ്. ദൈവവചനമാകുന്ന വായിലെ വാളുകൊണ്ട് ക്രിസ്തു തിന്മയുടെ ശക്തികളെ കീഴടക്കുന്നു. അപ്പോൾ ദൈവവചനത്തിൻ്റെ സന്ധിയില്ല പോരാട്ടമാണ് നമ്മളിവിടെ കാണുക. അപ്പോൾ തിന്മയ്ക്കെതിരെയുള്ള അവിടുത്തെ ആ പോരാട്ടം. അപ്പോൾ മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങൾ പോലെ, റോമൻ ചക്രവർത്തിമാരെ പോലെ അക്രമം കൊണ്ടല്ല അവിടുന്ന് മറ്റുള്ളവരെ കീഴടക്കുന്നത്, തൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് മാത്രമാണ്. ഇനി ഇതിന് സമാനമായിട്ട് ദൈവജനവും മറ്റുള്ളവരെ തിന്മയുടെ ശക്തികളെ കീഴടക്കേണ്ടത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അവരും ഈ വായിൽ ശക്തി കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിന് മനോഹരമായിട്ട് ഉള്ള ഒരു വിവരണം നമ്മൾ 11 അധ്യായത്തിൽ സാക്ഷികളുടെ വിവരണത്തിൽ കാണുന്നുണ്ട്. 2 സാക്ഷികളെക്കുറിച്ച് പറയുമ്പോൾ 5 വാക്യത്തിൽ, 11 അധ്യായം 5 വാക്യത്തിൽ, ആരെങ്കിലും അവർ ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ വിഴുങ്ങിക്കളയും. ഇപ്പോൾ അവിടെയും വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ വിഴുങ്ങിക്കളയും. അത് സാക്ഷികളെക്കുറിച്ചാണ് പറയുന്നത്. ആ സാക്ഷികൾ അത് ദൈവജനത്തെ സൂചിപ്പിക്കുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വചനത്തിൻ്റെ ശക്തി തന്നെയാണ്. അപ്പോൾ ദൈവവചനമാകുന്ന ആ ശക്തി കൊണ്ട് തന്നെയാണ്, ഈ പ്രവാചക വചനത്തിൻ്റെ ശക്തിയാണത്. അപ്പോൾ ദൈവജനവും ക്രിസ്തുവിൻ്റെ ശക്തി, വചനത്തിൻ്റെ ശക്തി പോലെ തന്നെ അവരും ഈ പ്രവാചക വചനം കൊണ്ട് ശത്രുക്കളെ, തിന്മകളെ കീഴടക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഇനി തുടർന്ന് പറയുന്നു, അവിടുന്ന് ഇരുമ്പ് ദണ്ടുകൊണ്ട് അവരെ മേയ്ക്കും. ഇരുമ്പ് ദണ്ടുകൊണ്ട് മേയ്ക്കും.
അപ്പോൾ ഇരുമ്പ് ദണ്ടുകൊണ്ട് മേയ്ക്കുക എന്ന് പറയുന്നത് അത് പഴയ നിയമത്തിലുള്ള ചില പ്രതീകങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ്. ഏശയ്യ 11 അധ്യായം 1 മുതലുള്ള വാക്യവും അതുപോലെ സങ്കീർത്തനം 2 അധ്യായത്തിൽ 9 വാക്യവും ഒക്കെ കൂടിച്ചേർന്ന് ഉള്ള ഒരു വാക്യമാണ് ഇവിടെ. അത് മിശിയാപരമായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഏശയ്യ 11 അധ്യായം 4 വാക്യം, ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും, ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും, ആജ്ഞദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും, അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും, നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. അപ്പോൾ വരാൻ പോകുന്ന മിശിഹായെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിട്ട് ഇതിനെ കാണാം. അപ്പോൾ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നുള്ള രക്ഷ, യഹൂദ പാരമ്പര്യത്തിൽ ഉള്ള മിശിഹായെക്കുറിച്ചാണ് ഇവിടെ പറയുക. ഇനി അതിനെക്കുറിച്ച് തന്നെ സങ്കീർത്തനം 2 അധ്യായത്തിൽ 9 വാക്യത്തിലും പറയുന്നുണ്ട്. സങ്കീർത്തനം 2 അധ്യായം 9 വാക്യത്തിൽ, ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും, മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. ഇപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും. വെളിപാടിൽ ഇരുമ്പ് ദണ്ടുകൊണ്ട് ഞാൻ തകർക്കുമെന്നുള്ളത് അവരെ മേയ്ക്കും എന്നാക്കിയിരിക്കുന്നു. അപ്പോൾ മേയ്ക്കും എന്നത് അത് ഒരു ഇടയ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ആടുകളെ വന്യമൃഗത്തിൽ നിന്നൊക്കെ രക്ഷിച്ച് നയിക്കുന്നവനാണ് ഇടയൻ. ഇനി ശത്രുക്കളെയെല്ലാം തകർത്ത്, ശത്രുക്കളെ എല്ലാം തോൽപ്പിച്ച് തൻ്റെ ജനത്തെ സംരക്ഷിച്ച് നേർവഴിക്ക് നയിക്കുന്നവനാണ്. അപ്പോൾ ഇരുമ്പ് ദണ്ടുകൊണ്ട് നയിക്കുമെന്ന് പറയുമ്പോൾ ദൈവം തിന്മയുടെ ശക്തികൾക്കെതിരെ തൻ്റെ പ്രാഭവം പ്രകടിപ്പിച്ച് അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്ത് തൻ്റെ ജനത്തെ നേർവഴിയിലൂടെ നയിക്കുന്നതിനെക്കുറിച്ച് ആണ് ഇവിടെ പറയുന്നത്. ഇനി ഈ 12:5 ഈ ശിശുവിനെക്കുറിച്ചുള്ള, ഈ മിശിഹായെക്കുറിച്ചുള്ള സൂചന നമ്മൾ കാണുന്നുണ്ട്. 12 അധ്യായത്തിൽ ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ശിശുവിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് അവൻ ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ ഭരിക്കുമെന്നതാണ്. 12 അധ്യായം 5 വാക്യം, അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനതകളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് മേയ്ക്കാനുള്ളവനാണ് അവൻ. അപ്പോൾ അവിടെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് മേയ്ക്കാനുള്ളവനാണ് എന്ന് തന്നെയാണ് അവിടെയും സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു തൻ്റെ ശക്തി ഉപയോഗിച്ച് തിന്മയുടെ ശക്തികളെല്ലാം ഇല്ലായ്മ ചെയ്ത് തൻ്റെ ജനത്തെ അവിടുന്ന് മേയ്ക്കുന്നവനാണ്, ഇടയനെപ്പോലെ മേയ്ക്കുന്നവനാണ്, നയിക്കുന്നവനാണ്. ഇനി ഈ ഭരണത്തിൽ ദൈവജനത്തിൻ്റെ റോൾ എന്താണ്? വെളിപാടിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പ്രമേയമാണത്. ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ ദൈവജനവും പങ്കുചേരും എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്രമേയം ഇവിടെ കാണുന്നുണ്ട്. 2 അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ, 26 മുതൽ, വിജയം വരിക്കുന്നവന്, എൻ്റെ പ്രവൃത്തികൾ അവസാനം വരെ അനുഷ്ഠിക്കുന്നവന് ജനതകളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ മേയ്ക്കും, മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും. അപ്പോൾ വിജയം വരിക്കുന്നവർക്ക് കൊടുക്കുന്ന വാഗ്ദാനമാണ്. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വെളിപാടിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ദർശനം തന്നെയാണിത്. അപ്പോൾ ദൈവം തിന്മയുടെ ശക്തികളെയെല്ലാം ഇല്ലായ്മ ചെയ്ത് ദൈവരാജ്യം ഇവിടെ യാഥാർത്ഥ്യമാക്കും, ദൈവം ഭരിക്കും, ക്രിസ്തു ഭരണം നടത്തും എന്നൊക്കെ പറയുമ്പോൾ കൂടെ പറയുന്നത് വിജയം വരിക്കുന്നവർ, അതായത് അവിടുത്തോടു കൂടെ ആയിരിക്കുന്ന ആ ദൈവജനവും അവിടുത്തെ ഭരണത്തിൽ പങ്കുചേരും. അവർ ഇരുമ്പ് ദണ്ടുകൊണ്ട് മേയ്ക്കും, മൺപാത്രങ്ങൾ പോലെ തകർക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ആ വലിയ ഒരു ദർശനം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ള ദർശനം ഇവിടെ അവതരിപ്പിക്കുന്നു. ഇനി ഈ ഒരു ഭരണത്തിലേക്ക് സർവരും കടന്നു വരുന്നതായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. അടുത്ത അധ്യായത്തിൽ 21 അധ്യായത്തിൽ 24 മുതലുള്ള ആ വാക്യത്തിൽ ഈ ഭരണത്തിലേക്ക് സർവ്വ ജനതകളും അവരുടെ ആ സമ്മാനങ്ങളുമായിട്ട് കടന്നു വരുന്നതിനെക്കുറിച്ച് പറയുന്നു. അതായത് ദൈവം യാഥാർത്ഥ്യമാക്കുന്ന
ഈ ഒരു പുതിയ യാഥാർത്ഥ്യത്തിൽ ദൈവജനം ദൈവത്തോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം വാഴും എന്നുള്ള മനോഹരമായിട്ടുള്ള ദർശനം 22-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് പറയുക, അവർ അവരോടൊപ്പം വാഴും എന്നുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് 22-ാം അധ്യായം വരുമ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് എടുക്കാം. ഇനി ഉഗ്രക്രോധത്തിൻ്റെ എന്നുള്ള ആ ഒരു പ്രയോഗം, സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. ഉഗ്രക്രോധത്തിൻ്റെ നമ്മൾ ഈ ഒരു പദപ്രയോഗം നമ്മൾ നേരത്തെയും നമ്മൾ പഠന ധ്യാന വിഷയമാക്കിയതാണ്. പക്ഷേ ഒന്നുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഉഗ്രക്രോധം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? കോപിക്കുന്നവനാണ് ദൈവം. തീർച്ചയായും കോപിക്കുന്നവനായ ദൈവത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ ഒരു മനുഷ്യനോട് ഉപമിച്ചിട്ട് കോപിക്കുന്ന, ക്രോധം ഉപമിക്കുന്നവനായിട്ട് അവിടെ അവതരിപ്പിക്കുക. അപ്പോൾ എന്താണ് ഇവിടെ ക്രോധം എന്ന് പറയുന്ന ആ പ്രമേയത്തിൻ്റെ അർത്ഥം? അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം അത് പഴയ നിയമത്തിൽ ഏശയ്യ 5:25, മത്തായിയുടെ സുവിശേഷത്തിൽ 3:7, റോമ 1:18 ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ മത്തായിയുടെ സുവിശേഷത്തിലുള്ള പ്രയോഗം എന്ന് കാണാം. നമ്മൾ മത്തായി 3:7, അനേകം ഫരിസേയരുമൊക്കെ സ്നാപയോഹനൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ പറയുന്നു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? ആസന്നമായ ക്രോധം. ആരുടെ ക്രോധം? ദൈവത്തിൻ്റെ ക്രോധം തന്നെ. അപ്പോൾ എന്താണ് ഈ ക്രോധം? ധുമോസ് എന്ന് പറയുന്ന ഹെബ്രായ പദം അത് അർത്ഥമാക്കുന്നത്. ക്രോധം എന്നത് എല്ലാവിധ തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി സൂചനകളൊക്കെ ഉണ്ട്. സങ്കീർത്തനം 38:1, ഏശയ്യ 5:25, ജെറമ്യാ 4:26, മത്തായി ഇവിടെ പറഞ്ഞു, റോമക്കാർക്ക് എഴുതിയ ലേഖനം 1:18, കൊളോസ്യൻസുകാർക്ക് എഴുതിയ ലേഖനം 3:6. ഇപ്പോൾ ഇവിടെയൊക്കെ ക്രോധത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്രോധത്തിൻ്റെ മഹാദിനത്തെ പാപികളെയും പാപപങ്കരമായ ലോകവും നശിപ്പിക്കുന്ന ദിനമായിട്ട് പ്രവാചകരൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇത് തിന്മയെ നശിപ്പിക്കുന്ന ദിനം തന്നെയാണ്. ഏശയ്യ 13:9, സെഫാനിയ 1:14-15, എസെക്കിയേൽ 7:19 കാണുന്ന ആ ഒരു പ്രമേയം തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം എന്ന് പറയുന്നത് തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. ഇതിന് മറുവശമായിട്ട് നമുക്ക് പറയാം, തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ കരുണയുടെ ഒരു പ്രകടനം തന്നെയാണ് ഈ ക്രോധം എന്ന് പറയുന്നത്. കാരണം തൻ്റെ ജനത്തെ പീഡിപ്പിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യേണ്ടത് അത് തൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ ക്രോധം അത് തിന്മയ്ക്കെതിരെയുള്ള ക്രോധമാണ്, ദൈവജനത്തിനെതിരെ മനുഷ്യർക്കെതിരെയുള്ള ക്രോധമല്ല എന്നറിയണം. അപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെതിരെയുള്ള ആ ദൈവത്തിൻ്റെ കോപം എന്ന വിധത്തിലാണ് നമ്മളൊക്കെ മനസ്സിലാക്കാറ്. നമുക്കെതിരെയല്ല, മനുഷ്യർക്കെതിരെയല്ല, അത് തിന്മയ്ക്കെതിരെയുള്ള ക്രോധമാണ്. അപ്പോൾ തിന്മയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ അവകാശമില്ല, സാധ്യമല്ല. അപ്പോൾ അത് ഇല്ലായ്മ ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേറെ ഒരു പ്രയോഗമാണ് മുന്തിരിച്ചക്ക് അവൻ ചവിട്ടും. മുന്തിരിച്ചക്ക് ചവിട്ടുന്നു. അപ്പോൾ മുന്തിരിച്ചക്ക് ചവിട്ടുക അത് പഴയ നിയമത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു പ്രയോഗം തന്നെയാണ്. അത് ദൈവത്തിൻ്റെ ശിക്ഷയുടെ ഒരു പ്രതീകമായിട്ട് നമ്മൾ കാണുന്നു. ഉദാഹരണത്തിന് ഏശയ്യ 63-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യത്തിൽ 63:2 മുതൽ വായിക്കാം. നിൻ്റെ വസ്ത്രം ചെമ്മന്നിരിക്കുന്നത് എന്തുകൊണ്ട്? നിൻ്റെ മേലങ്കി മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ആയിത്തീർന്നിരിക്കുന്നത് എന്തുകൊണ്ട്? മുന്തിരിച്ചക്ക് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടും, ജനതകളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു. അവരുടെ ജീവരക്തം എൻ്റെ മേലങ്കിയിൽ തെറിച്ചു, എൻ്റെ വസ്ത്രങ്ങളിൽ കറ പുരണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ പ്രയോഗമാണ്. അപ്പോൾ ഈ പ്രയോഗം എടുത്തിരിക്കുന്നത് അക്കാലങ്ങളിൽ, അന്നാളുകളിൽ ഈ മുന്തിരി പിഴിയുന്ന ആ ഒരു ചിത്രം എടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ
മുന്തിരിച്ചക്കിലിട്ട് മുന്തിരി ഇട്ട് അത് ചവിട്ടി അതിൻ്റെ നീര് എടുക്കുന്ന ആ ഒരു പ്രയോഗം അത് എടുത്തുകൊണ്ട് തന്നെയാണ് ശിക്ഷാവിധിയുടെ പ്രയോഗമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ശിക്ഷ, തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ശിക്ഷ തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ തൻ്റെ ജനത്തിന് വേണ്ടി നീതി നടപ്പാക്കാൻ, തൻ്റെ വിശ്വസ്തത അത് പ്രകടിപ്പിക്കാനായിട്ട് തിന്മയുടെ ശക്തികൾക്കെതിരെ അവിടുന്ന് തിരികെയും ആ തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതീകങ്ങളിലൂടെ ഗ്രന്ഥകാരൻ ദൈവത്തിൻ്റെ ഈ വിശ്വസ്തത ഇവിടെ അവതരിപ്പിക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.